ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസിൻ്റെ അതായത് ടെസ്റ്റ് കൺസേണിങ് മീൻ, പോപ്പുലേഷൻ മീൻ തിയറി ഡിസ്കസ് ചെയ്തതാണ്. അതിൻ്റെ ഒന്ന് രണ്ട് പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോയിൽ. ഒന്നാമത്തെ പ്രോബ്ലം ഇതാണ്: എ സാമ്പിൾ ഓഫ് 900 items is found to have a mean of 3.41 grams. Could it be reasonably regarded as a simple random sample from a large population whose mean is 3.21 grams and standard deviation 2.63 grams? ഓക്കെ, അതായത് നമ്മുടെ പോപ്പുലേഷൻ മീൻ 3.21 ആണോ എന്നുള്ളതാണ് നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത്. 900 items ഉള്ള ഒരു സാമ്പിൾ എടുത്തു. സാമ്പിളിൻ്റെ മീൻ 3.41 grams ആണെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് സാമ്പിൾ സൈസ് n ആണ് 900. സോ n ഇസ് ഈക്വൽ ടു 900. 3.41 grams എന്ന് പറയുന്നത് സാമ്പിൾ മീനാണ്. സോ എക്സ് ബാർ അതാണ് 3.41. ഇനി എനിക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത് പോപ്പുലേഷൻ മീൻ 3.21 ആണോ എന്നാണ്. പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 2.63 gram ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ സിഗ്മ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 2.63. അപ്പോൾ ഇവിടുത്തെ കേസ് എന്ന് പറയുന്നത് സിഗ്മ നോൺ ആണ്, സാമ്പിൾ സൈസ് n ലാർജ് ആണ്. ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് z is equal to x bar minus mu naught by sigma by root n എന്നാണ്, which is a standard normal random variable. അപ്പോൾ നമ്മുടെ z വാല്യൂ x bar 3.41 മൈനസ് mu naught എന്ന് പറയുന്നത് 3.21 by 2.63 divided by root 900 which is equal to 30. ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 6 by 2.63 എന്ന് കിട്ടും, which is equal to 2.281. ഇനി ഇസഡുമായിട്ട് കമ്പയർ ചെയ്യാൻ ടേബിളിൽ നിന്ന് സെഡ് ആൽഫ ബൈ 2 വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. സെഡ് ആൽഫ ബൈ 2 വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്: പ്രോബബിലിറ്റി റിജക്റ്റ് എച്ച് നോട്ട് അണ്ടർ എച്ച് നോട്ട് ഇസ് ഈക്വൽ ടു സിഗ്നിഫിക്കൻസ് ലെവൽ ആൽഫ. ഇവിടെ ആൽഫ തന്നിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ കോമൺ വാല്യൂ 0.05 എന്ന് എടുക്കുന്നു. ദാറ്റ് ഇസ് പ്രോബബിലിറ്റി. ഇവിടുത്തെ റിജക്ഷൻ റീജിയൻ നൾ ഹൈപ്പോത്തസിസ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് മ്യൂ നോട്ട് ഈക്വൽ ടു 3.21 ആയതുകൊണ്ട് മോഡ് സെഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സെഡ് ആൽഫ ബൈ 2 ഇസ് ഈക്വൽ ടു 0.05 എന്നാണ്. സെഡ് ആൽഫ ബൈ 2ന്റെ വാല്യൂ ടേബിളിൽ നിന്ന്, സ്റ്റാൻഡേർഡ് നോർമൽ ടേബിളിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് 1.96 എന്നാണ് കിട്ടുന്നത്. സ്റ്റാൻഡേർഡ് നോർമൽ ടേബിളിൽ നിന്ന് ഈ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ ഹിയർ ഇവിടെ മോഡ് സെഡ് 2.281 ആണ്, സെഡ് ആൽഫ ബൈ 2 1.69 ആണ്. നമ്മുടെ റിജക്ഷൻ റീജിയൻ മോഡ് സെഡ് ഗ്രേറ്റർ ദാൻ സെഡ് ആൽഫ ബൈ 2 ആണ്. അതായത് മോഡ് സെഡ് ഗ്രേറ്റർ ദാൻ സെഡ് ആൽഫ ബൈ 2 ആണെങ്കിൽ നമുക്ക് നൾ ഹൈപ്പോത്തസിസ് റിജക്റ്റ് ചെയ്യാം. ഇവിടെ മോഡ് സെഡ് ഗ്രേറ്റർ ദാൻ സെഡ് ആൽഫ ബൈ 2 1.96 ആണ്. അതുകൊണ്ട് നമുക്ക് എച്ച് നോട്ട് റിജക്റ്റ് ചെയ്യണം. സോ എച്ച് നോട്ട് ഈസ് ടു ബി റിജക്റ്റഡ്. എച്ച് നോട്ട് റിജക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മ്യൂ 3.21 അല്ല എന്ന് നമ്മൾ കൺക്ലൂഡ് ചെയ്യേണ്ടി വരും. ദാറ്റ് ഇസ് പോപ്പുലേഷൻ മീൻ നോട്ട് ഈക്വൽ ടു 3.21. അടുത്തൊരു പ്രോബ്ലം ഇങ്ങനെയാണ്: ദ മീൻ വെയ്റ്റ് ഓഫ് എ സാമ്പിൾ ഓഫ് 100 സ്റ്റുഡൻസ് ഈസ് 50 kg with standard deviation 3 kg. Can we accept the claim that the mean weight of all students is greater than 51 kg? അതായത് സാമ്പിൾ സൈസ് n ആണ് ഇവിടെ 100, സാമ്പിളിൻ്റെ മീൻ ആണ് 50 kg. സോ എക്സ് ബാർ ഇസ് ഈക്വൽ ടു 50 kg. സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് 3 kg എന്ന് വന്നിരിക്കുന്നത്. അതായത് പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ കുറിച്ച് ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇറ്റ് ഈസ് അൺനോൺ. നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത് മീൻ വെയ്റ്റ്, പോപ്പുലേഷൻ മീനിൻ്റെ വാല്യൂ 51 ആണോ, 51ൽ കൂടുതലാണോ എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ നൾ ഹൈപ്പോത്തസിസും ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസും ഇങ്ങനെയാണ് വരുന്നത്. ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ വാല്യൂ z is equal to x bar minus mu naught by ഇത്
പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അൺനോൺ ആണെങ്കിൽ കൂടി ഇവിടെ സാമ്പിൾ സൈസ് ലാർജ് ആയതുകൊണ്ട് നമുക്ക് S/√n എന്നുള്ളത് എടുക്കാം. σ/√10 പകരം S/√n എടുക്കാം. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സ് ബാർ എന്ന് പറയുന്നത് 50, μ0 51/S3/√n എന്ന് പറഞ്ഞാൽ 10. ഇതിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് -3.33 എന്നാണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് Z∝/2 വേണം, Z∝ വേണം. അപ്പോൾ H1ന്റെ സൈൻ ബേസ് ചെയ്തിട്ടാണ് Z∝ കണ്ടുപിടിക്കുന്നതെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു. അപ്പോൾ Z∝ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. പ്രോബബിലിറ്റി Z ഗ്രേറ്റർ ദാൻ Z∝ ഇസ് ഈക്വൽ ടു ആൽഫ. ആൽഫയുടെ തന്നിട്ടില്ല, അതുകൊണ്ട് നമുക്ക് 0.05 ആയിട്ട് എടുക്കാം. സോ Z∝ വാല്യൂ നമുക്ക് സ്റ്റാൻഡേർഡ് നോർമലിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുത്താൽ 1.65 എന്നാണ് കിട്ടുന്നത്. ഇതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് ഞാൻ മുമ്പൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ നമ്മുടെ റിജക്ഷൻ റീജിയൻ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ റീജിയൻ Z ഗ്രേറ്റർ ദാൻ Z∝ ആണ്. Z ഗ്രേറ്റർ ദാൻ Z∝ ആണ്. അതായത് നമ്മുടെ കാൽക്കുലേറ്റഡ് Z വാല്യൂ ടേബിൾഡ് വാല്യൂ ആയ Z∝ ഗ്രേറ്റർ ആണെങ്കിൽ നമുക്ക് H0 റിജക്റ്റ് ചെയ്യാം. പക്ഷേ ഇവിടെ നമ്മുടെ കാൽക്കുലേറ്റഡ് Z വാല്യൂ -3.33 ടേബിൾഡ് വാല്യൂ 1.65 ആണ്. അതായത് ഇവിടെ Z∝ വലുതല്ല. അതായത് H0 റിജക്റ്റ് ചെയ്യാൻ നമുക്ക് നിർവാഹമില്ല. സോ വി ക്യാൻ റൈറ്റ് there is no reason to reject H0. അതായത് പോപ്പുലേഷൻ മീൻ അല്ലെങ്കിൽ മീൻ വെയിറ്റ് ഓഫ് ഓൾ സ്റ്റുഡൻസ് 51 kg ആണെന്ന് പറയും. മീൻ വെയിറ്റ് ഓഫ് ഓൾ സ്റ്റുഡൻസ് ഇസ് 51 kg. പോപ്പുലേഷൻ മീനിന്റെ ടെസ്റ്റിന് നമ്മൾ 4 ഡിഫറെന്റ് കേസ് കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. ആ 4 കേസിലും H1 3 ഡിഫറെന്റ് H1 ആകാം. അതായത് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസിന്റെ 3 ഡിഫറെന്റ് പോസിബിലിറ്റീസ് ഉണ്ട്. എല്ലാ കേസുകളും ഡിസ്കസ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് 4 ഡിഫറെന്റ് കേസസിൽ നിന്നും ഏതെങ്കിലും ഒരു H1 വരത്തക്ക രീതിയിലാണ് വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അടുത്തൊരു പ്രോബ്ലം. എ സാമ്പിൾ ഓഫ് സൈസ് 8 ഫ്രം എ നോർമൽ പോപ്പുലേഷൻ ഇസ് സാമ്പിൾ തന്നിട്ടുണ്ട്. എക്സാമിൻ വെദർ ദ മീൻ ഓഫ് ദ പോപ്പുലേഷൻ ഇസ് ലെസ് ദാൻ 7. അപ്പോൾ നമുക്കിവിടെ മുൻപത്തെ പ്രോബ്ലംസിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ സാമ്പിൾ നേരിട്ടാണ് തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ സാമ്പിൾ എടുത്ത വാല്യൂസ് ആണ് തന്നിരിക്കുന്നത്. അതിൻ്റെ മീനോ സ്റ്റാൻഡേർഡ് ഡീവിയേഷനോ ഒന്നും തന്നിട്ടില്ല. പകരം നമുക്ക് അതെല്ലാം ഇതിനകത്ത് നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ സാമ്പിൾ സൈസ് 8 ആണ്. n is equal to 8. അതൊരു സ്മോൾ സാമ്പിൾ ആണ്. സാമ്പിൾ തന്നിരിക്കുന്നത് അല്ലെങ്കിൽ സാമ്പിൾഡ് വാല്യൂസ് ഇതാണ്. അതിനകത്ത് നിന്ന് നമുക്ക് എക്സ് ബാറും സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കാൽക്കുലേറ്റ് ചെയ്യാം. എക്സ് ബാറിന്റെ ഫോർമുല സം ഡിവൈഡഡ് ബൈ നമ്പർ 8. അതായത് തന്നിരിക്കുന്ന ഒബ്സർവേഷൻസ് എല്ലാം സം ചെയ്യുക, ടോട്ടൽ നമ്പറായ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എക്സ് ബാറിന്റെ വാല്യൂ കിട്ടുന്നത് 9 എന്നാണ്. ഇനി നമുക്ക് സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കണം. സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ ആവശ്യം ഇവിടെ എന്താണ്? പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അൺനോൺ ആവുന്ന കേസിൽ സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അതിന്റെ ഒരു എസ്റ്റിമേറ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തന്നിരിക്കുന്ന സാമ്പിളിൽ നിന്നും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ സാമ്പിൾ വേരിയൻസ് S² ഫോർമുല ഇതാണ്. 1/n സമ്മേഷൻ I is equal to 1 to n xi² minus x bar square. അതായത് തന്നിരിക്കുന്ന ഒബ്സർവേഷൻസ് എല്ലാം സ്ക്വയർ ചെയ്ത് സം ചെയ്യുക, അതിനെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക, മൈനസ് സാമ്പിൾ മീനിന്റെ സ്ക്വയർ. ഇവിടെ 6² + 8² + എക്സെട്ര + 12² ഡിവൈഡഡ് ബൈ നമ്പർ 8 മൈനസ് 9². ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 5.5 എന്നാണ്. ഇത് സാമ്പിൾ വേരിയൻസിന്റെ വാല്യൂ ആണ് 5.5. നമുക്ക് വേണ്ടത് സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയ എസ് ആണ്. ദാറ്റ് ഇസ് √5.5 പോസിറ്റീവ് സ്ക്വയർ റൂട്ട്. 5.5ന്റെ പോസിറ്റീവ് സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ 2.34 എന്നാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷനുമായി സാമ്പിൾ മീനുമായി. ഇവിടെ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അൺനോൺ ആണ്, സ്മോൾ സാമ്പിളുമാണ്. അതുകൊണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത 4ാമത്തെ കേസിലേക്കാണ് ഇത് ഡയറക്റ്റ് ചെയ്യുന്നത്. സ്റ്റാറ്റിസ്റ്റിക് സെഡ് ഇസ് ഈക്വൽ ടു സെഡ് അല്ല, ഇവിടെ ടി ആണ്. ടി ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്ന സ്റ്റാറ്റിസ്റ്റിക് ആയതുകൊണ്ട് ഞാൻ അതിനെ ടി എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ടി ഇസ് ഈക്വൽ ടു
എക്സ് ബാർ മൈനസ് മ്യൂ നോട്ട് ബൈ എസ് ബൈ റൂട്ട് എൻ മൈനസ് വൺ എന്നുള്ളതായിരുന്നു സ്റ്റാറ്റിസ്റ്റിക്. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എക്സ് ബാർ 9 മൈനസ് മ്യൂ നോട്ട്സ്. ഇവിടെ നമുക്ക് ഹൈപ്പോത്തസിസ് ഡെവലപ്പ് ചെയ്യണമായിരുന്നു. നൾ ഹൈപ്പോത്തസിസ് എച്ച് നോട്ട്. നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത് എന്താണ്? പോപ്പുലേഷൻ മീൻ ലെസ് ദാൻ 7 ആണോ എന്നുള്ളതാണ് ടെസ്റ്റ് ചെയ്യേണ്ടത്. സോ എച്ച് നോട്ട് സച്ച് ദാറ്റ് മ്യൂ ഈക്വൽ ടു 7 അഗെയിൻസ്റ്റ് h1 മ്യൂ ലെസ് ദാൻ 7. അപ്പോൾ നമുക്കിവിടെ മ്യൂ നോട്ടിന്റെ വാല്യൂ 7 എന്ന് കിട്ടി. സോ 9 മൈനസ് 7 ബൈ 2.34 ഡിവൈഡ് ബൈ റൂട്ട് n മൈനസ് 1, ദാറ്റ് ഇസ് റൂട്ട് 7. അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 2.261 എന്ന് കിട്ടും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇത് സ്മോൾ സാമ്പിൾ ആണ്, പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അൺനോണുമാണ്. അതുകൊണ്ട് ടി ഡിസ്ട്രിബ്യൂഷൻ്റെ ടേബിളിൽ നിന്ന് വേണം ടേബിളിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ. ടി ഡിസ്ട്രിബ്യൂഷൻ്റെ ടേബിളിൽ നിന്ന് എങ്ങനെയാണ് ടേബിൾ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ അത് നോക്കുക. എല്ലാം കൂടി ഒരു വീഡിയോ പറയാൻ സമയമില്ല. സോ 4 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം n-1 ആണ്, ഇവിടെ n 8 ആണ്. സോ ഫോർ 7 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആൽഫ ഇവിടെ പ്രത്യേകിച്ചൊന്നും തന്നിട്ടില്ലാത്തത് കൊണ്ട് നമുക്ക് ആൽഫ ഇസ് ഈക്വൽ ടു 0.05 എന്ന് എടുക്കാം. ആൻഡ് ആൽഫ ഇസ് ഈക്വൽ ടു 0.05. ടി ആൽഫ വാല്യൂ കണ്ടുപിടിക്കേണ്ടത് ഇങ്ങനെയാണ്. പ്രോബബിലിറ്റി ഇവിടെ h1 മ്യൂ ലെസ് ദാൻ 7 എന്നുള്ളതായതുകൊണ്ട് ടി ലെസ് ദാൻ മൈനസ് ടി ആൽഫ ഇസ് ഈക്വൽ ടു 0.05 ആകണം. ആ രീതിയിൽ ടി ആൽഫ ടി ഡിസ്ട്രിബ്യൂഷൻ ടേബിളിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ 895 അങ്ങനെയാണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ റിജക്ഷൻ റീജിയൻ ഇങ്ങനെയാണ്. ടി ലെസ് ദാൻ മൈനസ് ടി ആൽഫ ആണോ എന്ന് നോക്കുക. നമ്മുടെ ടി വാല്യൂ ഇതാണ്. അത് 1.895 മൈനസ് 1.895 ചെറുതാണോ നോക്കുക. അല്ല, അതുകൊണ്ട് നമുക്കിവിടെ റിജക്റ്റ് ചെയ്യാൻ പറ്റില്ല, എച്ച് നോട്ട് റിജക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഡിസിഷൻ ഇങ്ങനെ എഴുതണം: ടി is not less than minus t alpha, therefore h naught can't be rejected. അതായത് മീൻ ഓഫ് ദ പോപ്പുലേഷൻ 7 തന്നെയാണെന്ന് കൺക്ലൂഡ് ചെയ്യേണ്ടി വരും. അടുത്തൊരു പ്രോബ്ലം ഇങ്ങനെയാണ്: എ സാമ്പിൾ ഓഫ് സൈസ് 49 ഫ്രം എ പോപ്പുലേഷൻ വാസ് ഫൗണ്ട് ടു ഹാവ് എ മീൻ ഓഫ് 4 ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 7. ടെസ്റ്റ് വെദർ ദ മീൻ ഓഫ് ദ പോപ്പുലേഷൻ ഈസ് 10. അപ്പോൾ സാമ്പിൾ സൈസ് N49 ആണ്, സാമ്പിൾ മീൻ ആണ് ഇവിടെ 4 എന്ന് തന്നിരിക്കുന്നത്. അതായത് എ സാമ്പിൾ ഓഫ് സൈസ് 49 വാസ് ഫൗണ്ട് ടു ഹാവ് എ മീൻ എന്ന, അതായത് അത് സാമ്പിൾ മീൻ ആണ്. സോ എക്സ് ബാർ ഇസ് ഈക്വൽ ടു 4 ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 7. സാമ്പിളിന്റെ തന്നെയാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇവിടെ പറയുന്നത്. സോ എസ് ഈക്വൽ ടു 7. അപ്പോൾ ഏത് കേസാണെന്ന് ഇവിടെ ഐഡന്റിഫൈ ചെയ്യണം. സാമ്പിൾ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ അൺനോൺ ആണ്, അതുകൊണ്ടാണ് സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിരിക്കുന്നത്. ലാർജ് സാമ്പിൾ ആണ്, N49 ആയതുകൊണ്ട്, അതായത് N ഗ്രേറ്റർ ദാൻ 30 ആണ് നമ്മൾ സാധാരണ ലാർജ് സാമ്പിൾ എന്ന് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ ലാർജ് സാമ്പിൾ ആണ്. അപ്പോൾ ടെസ്റ്റ് ചെയ്യേണ്ടത് പോപ്പുലേഷൻ മീൻ 10 ആണോ എന്ന്. അപ്പോൾ ഹൈപ്പോത്തസിസ് ഇങ്ങനെ സെറ്റ് ചെയ്യണം: എച്ച് നോട്ട് മ്യൂ ഇസ് ഈക്വൽ ടു 10 അഗെയിൻസ്റ്റ് മ്യൂ നോട്ട് ഈക്വൽ ടു 10. മീൻ ഓഫ് ദ പോപ്പുലേഷൻ 10 ആണോ എന്നാണ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ മ്യൂ ഗ്രേറ്റർ ദാൻ 10 ആണോ അല്ലെങ്കിൽ ലെസ് ദാൻ 10 ആണോ എന്നൊക്കെ പറഞ്ഞാലാണ് നമ്മൾ h1 ഡിഫറെന്റ് ഫോംസിൽ കൊടുക്കേണ്ടത്. സോ ഇവിടെ നമുക്ക് h1 മ്യൂ നോട്ട് ഈക്വൽ ടു 10. അപ്പോൾ ഹൈപ്പോത്തസിസും സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മുടെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കേസാണ്. സെഡ് ഈക്വൽ ടു എക്സ് ബാർ മൈനസ് മ്യൂ നോട്ട് ബൈ എസ് ബൈ റൂട്ട് എൻ എന്നുള്ളതാണ് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്. അതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ -6 എന്ന് കിട്ടും. നമുക്ക് സെഡ് ആൽഫ ബൈ 2 സ്റ്റാൻഡേർഡ് നോർമൽ ടേബിളിൽ നിന്നാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സ്റ്റാൻഡേർഡ് നോർമൽ ടേബിളിൽ നിന്ന് സെഡ് ആൽഫ ബൈ 2 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1.96 എന്ന് കിട്ടും. സെഡ് ആൽഫ ബൈ 2 കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്: പ്രോബബിലിറ്റി മോഡ് സെഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സെഡ് ആൽഫ ബൈ 2 is equal to 0.05. അപ്പോൾ സെഡ് ആൽഫ ബൈ 2 1.96 എന്ന് കിട്ടുന്നു. റിജക്ഷൻ റീജിയൻ ഇങ്ങനെയാണ്: മോഡ് സെഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സെഡ് ആൽഫ ബൈ 2 ആണെങ്കിൽ നമുക്ക് എച്ച് നോട്ട് റിജക്റ്റ് ചെയ്യാം. ഇവിടെ മോഡ് സെഡ് ആയ 6, സെഡ് -6 ആണ്, പക്ഷേ മോഡിൽ 6 -6 എടുക്കുമ്പോൾ 6 ആകും. ഇറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ സെഡ് ആൽഫ ബൈ 2. സോ എച്ച് നോട്ട് ഈസ് ടു ബി റിജക്റ്റഡ്. എച്ച് നോട്ട് നമ്മളിവിടെ റിജക്റ്റ് ചെയ്യുന്നു. അതായത് മീൻ ഓഫ് ദ പോപ്പുലേഷൻ 10 അല്ല. എച്ച് നോട്ട് ഇവിടെ മീൻ ഓഫ് ദ പോപ്പുലേഷൻ 10 ആണ് എന്നായിരുന്നു നമ്മൾ എടുത്തത്. അത് റിജക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതല്ല എന്ന് കൺക്ലൂഡ് ചെയ്യുക. ഒരിക്കലും നമ്മൾ എച്ച് നോട്ട് റിജക്റ്റ് ചെയ്യുക
അല്ലെങ്കിൽ എച്ച് നോട്ടിനെ ബേസ് ചെയ്ത് മാത്രമേ നമ്മൾ ഡിസിഷൻ പറയുള്ളൂ. അപ്പോൾ എച്ച് നോട്ട് അക്സെപ്റ്റ് ചെയ്യാന്നൊരിക്കലും നമ്മൾ ഡിസിഷൻ എഴുതില്ല. എച്ച് നോട്ട് റിജക്റ്റ് ചെയ്യാനാണ് നമ്മൾ ഡിസിഷൻ എങ്കിൽ അത് നേരിട്ട് എഴുതാം. എച്ച് നോട്ട് അക്സെപ്റ്റ് ചെയ്യാനാണെങ്കിൽ അങ്ങനെയല്ല എഴുതേണ്ടത്. എച്ച് നോട്ട് റിജക്റ്റ് ചെയ്യില്ല എന്ന് എഴുതാൻ പറ്റും. അതായത് എച്ച് നോട്ട് റിജക്റ്റ് ചെയ്യാൻ നമുക്ക് മതിയായ തെളിവുകളൊന്നുമില്ല എന്ന് കരുതി എച്ച് നോട്ട് അക്സെപ്റ്റ് ചെയ്യണം എന്നല്ല. ഓക്കെ, ഇത്രയുമാണ് ടെസ്റ്റ് കൺസേണിംഗ് പോപ്പുലേഷൻ മീനിന്റെ 4 ഡിഫറെന്റ് കേസുകൾ. താങ്ക് യു ഫോർ വാച്ചിങ്.